സാധാരണ നായികയാവണം അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നായികയാണ് അപ്പം ഏത് തരത്തിലെ ക്യാരക്ടറും സ്വീകരിച്ചു പോകുന്നു അല്ലേ, നല്ല കഥാപാത്രത്തിൽ നോക്കും. അതെ അതെ, ഞാൻ എപ്പോഴും ഏതൊരു സിനിമയിൽ ഞാൻ ആ സിനിമയുടെ പേര് പറഞ്ഞത് നായികയായിരുന്നില്ല ഒരു സിനിമ, കൊറോണ ധാവാൻ എന്ന് പറഞ്ഞ സിനിമയില്. പക്ഷേ അതൊന്നും വിഷയമല്ല, അത് ഇനി അടുത്ത നായിക വേണം നിർബന്ധമില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അങ്ങനെ തീരുമാനിച്ച് ഞാൻ സിനിമയിൽ എത്തുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ സിനിമയിൽ എത്തുന്ന ആളല്ല ഞാൻ. ചെറുപ്പം തൊട്ട് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കലാക്ഷേത്ര പോവുക. എൻ്റെ അച്ഛനാണ് അത്ര എൻ്റെ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തീരുമാനിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞാൽ യു ഗോയിങ് ടു കലാക്ഷേത്ര എന്നുള്ളത്. അങ്ങനെ നേരത്തെ തീരുമാനിച്ചു, അച്ഛൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അവിടെ പോവുക. എൻ്റെ ഭരതനാട്യം 4 വയസ്സോട് തുടങ്ങി. അച്ഛൻ സംഗീതമാണെന്ന് എനിക്കറിയാം, തൃശ്ശൂർ ജയരുന്നു. പക്ഷെ നൃത്തത്തിന് പാട്ട് പാടുന്ന ആളായിരുന്നു അച്ഛൻ. അപ്പൊ അതെ, അച്ഛൻ സ്ഥിരമായിട്ട്. അപ്പൊ അച്ഛൻ എൻ്റെ അമ്മ, എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അമ്മയ്ക്കൊരു 3 മാസം 4 മാസം ഗർഭിണിയായ സമയത്ത് അച്ഛൻ മൂകാംബികയിലൊക്കെ പോയിട്ട് നേർന്നു മകളെ നർത്തകിയാക്കണം, നർത്തകിയെ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യിപ്പിക്കണം. അച്ഛൻ അങ്ങനെയൊരു എന്നെ അങ്ങനെ എന്താ ചെറുപ്പം തൊട്ടേ എന്നെ 4 മണിക്ക് എണീപ്പിക്കും, ഞാൻ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റെ. രാവിലെ പ്രാക്ടീസ് ചെയ്യും, വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യും. എൻ്റെ ശനി ഞായർ ദിവസങ്ങളൊക്കെ ഞാൻ ഡാൻസ് ക്ലാസ്സിലാണ്. കാരണം അച്ഛൻ രാവിലെ പ്രോഗ്രാമിനൊക്കെ പോകും, എന്നെ ഒരു 7 മണിക്ക് ഡാൻസ് ക്ലാസ് കൊണ്ടാക്കും. അച്ഛൻ രാത്രി 12 മണിക്കൊക്കെ തിരിച്ചു വരിക. ഞാൻ അപ്പോഴും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു, ഫുള്ളി ഇൻ ഡാൻസിലായിരുന്നു, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് വേറൊരു ലോകമായിരുന്നു. പിന്നെ കലാക്ഷേത്ര പോകുന്നു, അവിടുത്തെ ഒരു ഇതായിട്ട് അവിടെ ഗുരുകുല വിദ്യാഭ്യാസം, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നു. കലാക്ഷേത്രത്തിൽ 6 ഇയർ കോഴ്സാണ്. ഞാൻ 5 ഇയേഴ്സ് പഠിച്ചത്. എനിക്ക് ഡയറക്റ്റ് 2nd ഇയർ പ്രൊമോഷൻ കിട്ടി.